ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ കാണുന്ന പല വ്യൂവേഴ്സിനും സ്വന്തമായിട്ടൊരു ഫാമിംഗ് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടുതലും അട്രാക്ട് ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സിനേക്കാളും അല്ലെങ്കിൽ ഫാമിങ്ങിനേക്കാളും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് മൈക്രോ ഗ്രീൻസ് ബിസിനസ്സിനെയാണ്. കാരണം നമ്മുടെ മൈക്രോ ഗ്രീൻസ് തുടങ്ങിയ സമയത്ത് 1-2 വീഡിയോകൾ ചാനലിട്ടിട്ടുണ്ട്. അതുകൂടാതെ 1-2 TV ചാനൽസും ഇതിനെ പറ്റി വീഡിയോസ് ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മൈക്രോ ഗ്രീൻസിനെ പറ്റി ഒരു ഫാം തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈക്രോ ഗ്രീൻസ് ഫാമിംഗ് എന്തുകൊണ്ടാണ് ഒരു ഉത്തമമായ കൃഷി ബിസിനസ് ആക്കി എടുക്കാൻ പറ്റുന്നതിനുള്ള 5 റീസൺസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പുതിയതായിട്ട് ഫാമിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ആൾറെഡി കൃഷി ചെയ്യുന്ന ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റിനകത്ത് മൈക്രോ ഗ്രീൻസ് എന്നുള്ള പുതിയൊരു പ്രോഡക്റ്റോടെ ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ 5 പോയിന്റ് ഉപകാരപ്പെടും. അതിനു മുന്നേ ഒരു പ്രധാന കാര്യം, മൈക്രോ ഗ്രീൻസ് ഈസ് നോട്ട് ഫോർ എവരിബഡി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സായിട്ട് കണക്കൂട്ടുക അത്ര സിമ്പിളൊന്നുമല്ല. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് പലരും വിളിച്ച് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ഒരു ബിസിനസ് അത്ര സിമ്പിളല്ല. ഞാനിപ്പോൾ മൈക്രോ ഗ്രീൻസ് കൊമേഴ്സ്യലി ഗ്രോ ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിനും പിന്നെ കുറച്ച് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ മൈക്രോ ഗ്രീൻസ് ഗ്രോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ കുറച്ച് പോസിറ്റീവ് സൈഡ്സ് മാത്രം പറഞ്ഞു പോവാം. പക്ഷേ ഇത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ചാടിക്കറി ബിസിനസ് തുടങ്ങാൻ നിൽക്കേണ്ട. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് കൂടെ വെയിറ്റ് ചെയ്യുക, അതുകൂടെ കണ്ടിട്ട് മാത്രമേ തുടങ്ങാവൂ. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വിവരിക്കുന്ന കുറേ വീഡിയോകളാണ് ചാനലിലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. ഈ ഒരു മൈക്രോ ഗ്രീൻസ് പോപ്പുലറായിട്ട് ഒരു 1-1.5 വർഷമൊക്കെ ആവുന്നുള്ളൂ. അതിന് മുന്നേ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെട്ടിരുന്ന സ്പ്രൗട്ട്സ് അതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ 2021 മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു ഒരു മൈക്രോ ഗ്രീൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് മൈക്രോ ഗ്രീൻസ് എന്ന് പോലും അറിയാതെ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു പയർ മുളപ്പിച്ചിട്ടുള്ളൊരു കേസ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം നമ്മൾ അധികം അതിനകത്ത് ശ്രദ്ധിക്കാതെ അതങ്ങ് പോയി. പിന്നെ ഏകദേശം ഡിസംബർ 2022 ആയപ്പോഴേക്കാണ് മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം വന്നതും കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴേക്കും കുറച്ച് പേര് ആൾറെഡി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ മൈക്രോ ഗ്രീൻസ് ഫാമിംഗ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്ത് വരുന്നു എന്നൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഫാം സ്റ്റാർട്ട് ചെയ്തു. ഒരു 6-7 മാസം നമ്മളത് പ്രോപ്പറായിട്ട് റൺ ചെയ്തു. പിന്നെ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് മാത്രം നമ്മുടെ വീട്ടിലിത് ഗ്രോ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. അപ്പോൾ മൈക്രോ ഗ്രീൻസ് എങ്ങനെ ഒരു ഉത്തമമായ ഫാമിംഗ് ബിസിനസ് ആവുമെന്ന് നോക്കാം. അതിൻ്റെ ആദ്യത്തെ പോയിൻ്റാണ്, മൈക്രോ ഗ്രീൻസ് എപ്പോഴും ഒരു ഹൈ വാല്യൂ ക്രോപ്പാണ്. മൈക്രോ ഗ്രീൻസ് പറഞ്ഞത് നമ്മൾ സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു ഫുഡാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് പോലെ സീഡ്സൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ട് 7-8 ദിവസം ആകുമ്പോഴേക്കും കട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പീക്ക് ലെവലിൽ ന്യൂട്രീഷൻസ് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് സിനിമാ താരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി ക്യാൻസറസ് പോലുള്ള കുറേ ഗുണങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് മാർക്കറ്റ് ചെയ്യുമ്പോഴേക്കും ഇതൊരു ഹൈ വാല്യൂ ഫുഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് പ്രചരിച്ച് വരുന്നത്. ചെറിയ സ്കെയിലിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിംഗ് മെത്തേഡാണ് ഈ മൈക്രോ ഗ്രീൻസ് ഫാമിംഗ്. ഈ കുഞ്ഞു പ്ലാന്റ്സ് സൈസിൽ ഇത്ര ഉള്ളെങ്കിൽ ഇതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നമ്മൾ പച്ചക്കറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ പച്ചക്കറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ട്രെയിലാണ് വളർത്തുന്നത്. ഒരു ട്രേ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 അടി 2 അടി വീതിയിൽ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ 20 ഇഞ്ച് സൈസിലൊക്കെ ആയിരിക്കും വരുന്നത്. ആ ഒരു ട്രേയിൽ നിന്ന് നമുക്ക് 7 ദിവസം കൊണ്ട് ഏകദേശം 200-250 രൂപ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്രത്തോളം വാല്യൂ ആണ്. ചില വെറൈറ്റിക്കാണെങ്കിൽ ഇതിനും കൂടുതൽ വില വരാം. ചില പ്രീമിയം വെറൈറ്റീസ് ഉണ്ട്, ലൈക്ക് അമരാന്ത്, ബീട്രൂട്ടൊക്കെ ഇതിനേക്കാളും കൂടുതൽ വാല്യൂസിന് വിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ സെലിബ്രിറ്റീസിന് ഇടയ്ക്കുള്ള ഇതിൻ്റെ പ്രചാരം, പിന്നെ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ, ജിമ്മിൽ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് അവരുടെ ഇടയ്ക്കുള്ളൊരു പ്രചാരം, പിന്നെ ഇതിൻ്റെ ന്യൂട്രിയൻ്റ് വാല്യൂ, പിന്നെ ഇത് സാധാരണ കണ്ടുവരുന്നത് 5 സ്റ്റാർ ഹോട്ടൽ പോലെ അല്ലെങ്കിൽ പ്രീമിയം ഫുഡ് ഡിഷസ് ഒക്കെ സെർവ് ചെയ്യുന്ന അവിടെയൊക്കെ ഗാർണിഷിംഗ് പർപ്പസിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു പ്രീമിയം വാല്യൂ ഓൾറെഡി ഉണ്ട്. പിന്നെ കസ്റ്റമർ ബേസ് ഉണ്ട്, ആൾറെഡി ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസാണ് ഇതിനുള്ളതെന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഇതുപോലത്തെ കുറച്ച് ഗ്രീൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാൻ പറ്റുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മൾ അവരെ പോയി കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് കോസ്റ്റാണ്. അതായത് ഇങ്ങനെ ഒരു ഫാം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ഒരു 1-2 ഏക്കർ ഫാം ചെയ്യാനാണെങ്കിൽ നമുക്ക് എത്രത്തോളം പൈസ അതിനകത്ത് ഇടണമെന്ന് അറിയാം. ഈവൻ പോളി ഹൗസ് ഫാമിംഗ് ഒക്കെ ആണെങ്കിൽ ലക്ഷങ്ങളിലോട്ട് പോകും. അതേ സമയത്ത് നമുക്ക് ചെറിയൊരു മൈക്രോഗ്രീൻസ് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു 50,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെയൊക്കെ മതിയാവും. പക്ഷേ അതിനേക്കാളും കുറച്ച് പൈസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഒരു മിനിമൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പൈസയ്ക്ക് വരും. നമ്മുടെ നേരത്തുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടത് ഒരു റാക്ക് സിസ്റ്റം, പിന്നെ അതിനകത്തുള്ള ഗ്രോ ലൈറ്റ്, ട്രേസ്, ശൈലിച്ചോറ്, പിന്നെ AC, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മതിയാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ചെയ്ത് പഠിക്കാനായിട്ട് ഇത്രയും പൈസ പോലും ചിലവാക്കണമെന്നില്ല. നമ്മൾ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും തണുപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയ ഒരു AC വെച്ചിട്ടുള്ള ഒരു ക്ലോസ്ഡ് റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ചെയ്യുന്നത് ഓപ്പണായിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉള്ളൊരു പ്ലേസ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അത് പ്രധാനമാണ്. കാരണം നമ്മൾ വീടിനുള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും അധികം പ്രശ്നമില്ലാണ്ട് എനിക്കൊരു 4 ട്രേ ഒക്കെ ഈസി ആയിട്ട് വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കൊമേഴ്സ് ലെവലിൽ പോകുമ്പോഴും വേണം നമുക്ക് AC-യും ഡീഹ്യൂമിഡിഫയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാനാണ് ആഗ്രഹമാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട. നമ്മുടെ സൈറ്റിൽ ഇതിൻ്റെ ട്രേസും സീഡ്സും ഗ്രോയിങ് മെറ്റീരിയലൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ട്രൈ ആവുന്നേ ഉള്ളൂ. ചെറിയ പ്ലാസ്റ്റിക് ട്രേസ് തന്നെ അത് ഏകദേശം നമുക്കെല്ലാം കൂടെ ഒരു 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങാം. പിന്നെ ഈ സാമ്പിൾസ് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന സാമ്പിൾസ്, ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് സാമ്പിൾസ് കൊടുക്കാനും നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രേസിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഷോപ്പിൻ്റെ അഡ്രസ്സ് ഞാൻ വീഡിയോയിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ആവശ്യമുള്ളവർ വാങ്ങിക്കുക. മൈക്രോഗ്രീൻസ് ബിസിനസ് തുടങ്ങാനായിട്ട് മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് എഫിഷ്യൻസിയാണ്. അതായത് നമുക്കിതിനെ വളർത്താനായിട്ട് എത്രത്തോളം സ്പേസ് വേണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഫാമിംഗ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10 സെൻറ്റ് മുതൽ ഏക്കർ കണക്കിന് നിലം വരെ നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ ഒരു മൈക്രോഗ്രീൻസ് ബിസിനസ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ സ്പെയർ ആയിട്ട് കിടക്കുന്ന ഒരു റൂം തന്നെ മതിയാവും. നമ്മൾ ചെയ്തത് ഒരു 10x10 ഫീറ്റിലുള്ള ഒരു ചെറിയ റൂമിനകത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ സ്പെയർ ആയിട്ടുള്ള റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് സ്റ്റോർ റൂമോ ബേസ്മെൻറ്റോ അങ്ങനെയുള്ള പ്ലേസസിലൊക്കെ നമുക്ക് മൈക്രോഗ്രീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കൂടുതൽ നമ്മൾ വെർട്ടിക്കൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഈൽഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അർബൻ, അതായത് സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ട് ഫാക്ടർ, ഇതിൻ്റെ സ്പേസ് എഫിഷ്യൻസി. ഇതിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട റീസണാണ് ക്വിക്കായിട്ടുള്ള ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് വെച്ചാൽ നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന സമയത്തിന് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയാം. നമുക്ക് ഈ മൈക്രോഗ്രീൻസിൻ്റെ കേസിലാണെങ്കിൽ 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്കിതിനെ ഹാർവെസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് നമ്മൾ വിത്തിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ ഒരു 7 തൊട്ട് 10 ദിവസത്തിനകത്ത് കിട്ടും. അതേ സമയത്ത് നമ്മൾ നോർമൽ ഫാമിങ്ങിന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 മാസങ്ങളെടുക്കും അതിൽ നിന്ന് വിളവ് കിട്ടിയിട്ട് നമുക്കതിൻ്റെ റിട്ടേൺ കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ് ഫാക്ടറും കൂടെ മൈക്രോഗ്രീൻസിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേൺ അറൗണ്ട് ടൈമും സ്പേസ് എഫിഷ്യൻസിയും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 10x10 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിനകത്ത് നമ്മൾ 3 റാക്കാണ് വെച്ചിരുന്നത്. ഓരോ റാക്കിനകത്തും 5 ലെവലുണ്ട്. ഓരോ ലെവലിലും 4 ട്രേ വെച്ച് വയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് മൊത്തം 60 ട്രേസാണ് എൻ്റെ കപ്പാസിറ്റി. ഈ 60 ട്രേസിലും ഒന്നിച്ച് നമ്മൾ സീഡ്സ് ഇടുകയാണെങ്കിൽ എനിക്ക് ഒരാഴ്ചയിൽ ഏകദേശം 12 കിലോ മൈക്രോഗ്രീൻസ് കിട്ടുമായിരുന്നു. ഏകദേശമാണ് പറയുന്നത്, 12 കിലോ മൈക്രോഗ്രീൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു 12 കിലോ മൈക്രോഗ്രീൻസ് പറയുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കുറഞ്ഞത് 18,000 രൂപയാണ്. അപ്പോൾ ഇത് ഒരാഴ്ചയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഏകദേശം ഒരു 70-72 രൂപ കിട്ടും. അപ്പോൾ അതിനകത്ത് ലാഭം നോക്കി കഴിഞ്ഞാൽ 50% ലാഭം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 35,000 രൂപയ്ക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കണക്കാണ്. ഞാനത് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുന്ന വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിനകത്ത് പറഞ്ഞുതരാം. പക്ഷേ വാല്യൂ, അതായത് കണക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളതാണ്. മൈക്രോഗ്രീൻസിൻ്റെ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിർത്തിയെന്നേ ഉള്ളൂ. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ നന്നായിട്ട് രീതിയിൽ മൈക്രോഗ്രീൻസ് ചെയ്യുന്ന ആൾക്കാർ ആൾറെഡി കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അഞ്ചാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇയർ റൗണ്ട് പ്രൊഡക്ഷനാണ്. അതായത് നമുക്ക് ഏത് സമയത്തും കാലാവസ്ഥ എന്താണെങ്കിലോ മഴ പെയ്താലോ ഇരുട്ടായാലോ എന്തായാലും നമുക്ക് ഇയർ റൗണ്ട് പ്രൊഡക്ഷനാണ്. കാരണം നമ്മളിത് ചെയ്യുന്നത് വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിനുള്ളിലാണ്. അതിനകത്ത് തന്നെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷനാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോഗ്രീൻസ് ഫാമിനകത്ത് AC വെച്ചിട്ടുണ്ട്, അത് ഡീഹ്യൂമിഡിഫിക്കേഷനുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ്സ് ഉണ്ട്, ഫാനുണ്ട്, എയർ സർക്കുലേഷൻ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈക്രോഗ്രീൻസിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, പുറത്ത് ചൂടായാലോ മഴയായാലോ വെയിലായാലോ എന്തായാലും പ്രശ്നമില്ല. മൈക്രോഗ്രീൻസ് ഇരിക്കുന്ന സ്ഥലത്തുള്ള കണ്ടീഷൻസ് ആ മൈക്രോഗ്രീൻസിന് വേണ്ടിയിട്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഇയർ റൗണ്ടായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും.
സൂര്യപ്രകാശത്തിന് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് LED ട്യൂബ്സ് ഇട്ടിട്ടുണ്ട്. LED ട്യൂബ്സ് നമുക്ക് വേണമെങ്കിൽ നോർമൽ LED ട്യൂബ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള LED ട്യൂബ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ടുള്ള സ്പെക്ട്രമുള്ള LED ട്യൂബ്സ് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയാനായിട്ട്. ഇത് കൂടാതെ നമുക്ക് വേറെ കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ ഇടയിലുള്ള അവബോധം സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു ലീഫ് ഹീറ്റിംഗ് കൾച്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 5 റീസൺസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് ഇതൊക്കെ തോന്നും. പക്ഷേ ഏതൊരു ബിസിനസ്സിനെയും പോലെ തന്നെ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്കിതിൻ്റെ സക്സസ്സും അങ്ങനെ ഇരിക്കും. മൈക്രോ ഗ്രീൻസ് പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു സ്റ്റേജിലിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. കൂടാതെ നമ്മുടെ മലയാളികൾക്ക് പച്ചയ്ക്ക് ഇല കഴിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അക്സെപ്റ്റൻസ് കിട്ടി വരിക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണമെന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെ കൊണ്ട് അങ്ങനെയുള്ളൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡിമാൻഡ് ആക്ച്വലി ഉണ്ടായി വരുന്നുണ്ട്, ബ്ലൂം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങളിൽ മൈക്രോ ഗ്രീൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഫ്യൂച്ചറുണ്ട്. അതുകൊണ്ട് അത് ഡിസപ്പോയിൻ്റ് ആവേണ്ട. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷി സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ ടെക്നിക്സുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.